ആദ്യം ഇന്ന് നമുക്ക് ആ വിഷയത്തിൽ അത് ആദ്യം കേൾക്കാം. ഏത്? ഈ അടുത്ത് ഇവർ പ്രചരിപ്പിച്ച ക്ലിപ്പ. എന്താണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത്, ആ പറയുന്ന വിശ്വാസമല്ലാതെ എനിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ ഇവരിങ്ങനെ പല വിടലും വിടും. ഇപ്പോ ഖലീൽ തങ്ങളുടെ ഞാൻ വെച്ചെന്നില്ലേ, ഞങ്ങളെ പ്രസ്ഥാനത്തിൽ ഭയങ്കര ഐക്യാണ്. സുൽത്താനുൽ ഉലമ ഒരു കാര്യം പറഞ്ഞാൽ, AP ഉസ്താദ് അല്ലെങ്കിൽ സുലൈമാൻ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ രണ്ടാം വർത്താനല്ല ഇതല്ലേ പറഞ്ഞേ. പക്ഷെ അതുപോലെയാണോ ഉള്ളത്? ഇതേപോലെ ആളുകളെ പറ്റിക്കാൻ ഓരോന്ന് വിടും. ആ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു മഹാവിടലാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അയാൾ പറയട്ടെ. ഈ സമയത്ത് ഉറപ്പിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ധാരാളം രേഖപ്പെടുത്തിയ, അതനുസരിച്ച് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാദം ഈ പാവപ്പെട്ട എനിക്കില്ല. ഉണ്ടെന്ന് എന്നെ കുറിച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ബാക്കി പറയാം. പടച്ചവന്റെ കോടതിയിൽ പറയാം. ഇയാള് വിചാരിച്ച് പടച്ചവന്റെ കോടതി എന്ന് പറഞ്ഞാൽ SYSന്റെ കോൺഫറൻസ് ഹാളാണ്. അങ്ങനെയാ വിചാരം. ഓ, അവിടെ നിന്ന് കാണാം. അത് ഇവിടെ നിന്ന് തന്നെ തീരുമാനാക്കിയിട്ട് പോവാൻ നമുക്ക്. അവിടെ നിന്ന് തീരുമാനാക്കാൻ ഞങ്ങൾ വേണ്ടി വരില്ല. അവിടെ സബാനിയാക്കളായ മലക്കുകൾ തന്നെ തീരുമാനാക്കുക. ഇവിടുന്ന് നമുക്കൊന്ന് തീരുമാനാക്കുക. ഇവിടെ ജനകീയ കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. നിഴലില്ല എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പുതിയൊരു വാദം എനിക്കില്ല. കേൾക്കാൻ നല്ല സുഖമുണ്ട്. അയാൾ ഇതിലുള്ള വാദങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു 10 വാദം ഈ വിഷയത്തിൽ ഇയാൾ പറഞ്ഞ് ഞാൻ കൊണ്ടുവരാൻ പെട്ടെന്ന് കൊണ്ടുവരും. ഒന്ന്, സൈനബ് ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളുടെ നിഴൽ കണ്ടു. ഒന്നാമത്തെ വാദം അതൊന്ന് കേൾപ്പിച്ചു മോനെ. അങ്ങനെ റബീഉൽ അവ്വൽ മാസമായപ്പോൾ ദഖല അലൈഹാ, നബി തങ്ങൾ സൈനബ് ബീബി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കടന്നു ചെന്നു. ആ കടന്നു ചെന്ന സംഭവം പറയുകയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ. ഫറഅത്തു ളില്ലഹു, അങ്ങനെ നബി തങ്ങൾ കയറി ചെല്ലുമ്പോൾ നബിയുടെ നിഴൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ ആ സൈനബ് ബീബി റളിയല്ലാഹു അൻഹ കണ്ടു. ഇതാണ് ആദ്യത്തെ തുടക്കം. മറുപടി ഉണ്ടെങ്കിൽ പറയണേ. എല്ലാ നിഴൽവാദികൾക്കും മറുപടിയിലേക്ക് പ്രത്യേകം സ്വാഗതം. ഇതിലൊക്കെ ക്ലിപ്പ് ഞങ്ങൾ എടുത്തതിൽ 2% എടുത്തിട്ടുള്ളൂ. ഇനി അതിലും വലുത് വരാൻ പോവാ. അപ്പം ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മുസ്നദ് എടുത്തു വെച്ചിട്ട് ആ മുസ്നദിൽ പറഞ്ഞിട്ടുണ്ട്, സൈനബ് ബീബി റളിയല്ലാഹു അൻഹാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു. ഞാൻ ചോദിക്കട്ടെ, ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാദമാണോ? ഈ മുസ്നദിലെ ഹദീസ് ഇയാള് വായിക്കുന്നതിന് മുമ്പ് ഇവിടല്ലേ ഈ ഹദീസ് കണ്ണിയത്ത് ഉസ്താദ് കണ്ടിട്ടില്ലേ? ഈ ഹദീസ് 14 നൂറ്റാണ്ട് കാലം വരുന്ന ഉലമാ കണ്ടിട്ടില്ലേ? ശംസുൽ ഉലമ ദർസ് നടത്തിയിട്ടില്ലേ? ഇത് അവരാരെങ്കിലും ഏതെങ്കിലും ഒരു കിതാബിൽ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ട് എന്നും അത് സൈനബ് ബീവി കണ്ടു എന്നും ആരെങ്കിലും രേഖപ്പെടുത്തിയോ? അവിടെ അർത്ഥം വെച്ച് തന്നില്ലേ സമസ്തന്റെ ആളുകൾ? സലാം ബാക്കവിയുടെ ക്ലിപ്പ് ഞാൻ അവിടെ വെച്ചിരുന്നു. നിഴൽ കണ്ടു എന്നല്ല, ദൂരെ നിന്നൊരാൾ പെരുമാറ്റം കണ്ടു എന്നാണ്. നട്ടുച്ച സമയത്ത് ദൂരെ നിന്ന് നിഴൽ കാണൂല. ഇതൊക്കെ നമ്മളിവിടെ കാണിച്ചതാണ്. അപ്പൊ സമസ്തയുടെ ഉലമാ പറയാത്ത വാദം എനിക്കില്ല എന്നത് 100% കള്ളത്തരം. കാരണം സമസ്തയുടെ ഉലമാ ആരും സൈനബ് ബീബി റളിയല്ലാഹു അൻഹ നിഴൽ കണ്ടു എന്ന വാദം കൊണ്ടുവന്നിട്ടില്ല. ഇനി ഇതേ പ്രസംഗത്തിൽ ഈ ഹദീസ് പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്ത്? നിഴലില്ല എന്നാണല്ലോ നമ്മുടെ വിശ്വാസം, ഇപ്പൊ നിഴൽ കണ്ടു എന്ന് പറയുന്നു, ഏതാണ് ശരി?
ആ ചോദ്യോത്തരം ഒന്ന് കേൾക്കാം. അതിലെന്തൊക്കെ പറയുന്നു എന്നൊന്ന് നോട്ട് ചെയ്യാം. വെക്ക്. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഒന്ന് നിർത്തുവാനെ, നമുക്ക് ആവശ്യമുണ്ട്. എന്താ പറഞ്ഞേ? നിഴലില്ല എന്ന് സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആൾ പറയാണ് നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട് എന്നല്ല. നിഴലില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥലത്തും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുമല്ല. രണ്ടാമത്തെ വിശ്വാസം ഞാൻ ചോദിക്കട്ടെ, ഇതാണോ സമസ്തയുടെ ഉലമാഇന്റെ വിശ്വാസം? ഞാൻ കേൾപ്പിക്കുന്നുണ്ട് സമസ്തന്റെ ഉലമാവ് പറയുന്നത്. ഇതാണോ ഉലമാവ് പഠിപ്പിച്ച വിശ്വാസം? ഉലമാവ് പഠിപ്പിച്ച വിശ്വാസം ഒരിക്കലും നിഴലില്ല, ലിഅന്നഹു നൂർ, കാരണം നൂറാണ് എന്നതാണ് ഇബ്നു ഹജർ തങ്ങളുടെ ഇബാറത്ത്. എല്ലാവരും അപ്പോ ഈ ഒരു വിശദീകരണം ഇത് സമസ്ത പഠിപ്പിച്ചതാണോ? ഇനി ഒന്നുകൂടി പറയട്ടെ, ബാക്കി വെക്ക്. എവിടെയും എങ്ങനെയും നേൽ ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എപ്പോഴും എവിടെയും എങ്ങനെയും നേൽ ഉണ്ടാകാറുണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തണല് കാനലായ അലൽ അർളി, അത് ഭൂമിയിൽ പതിക്കാറില്ല. അതെന്തുകൊണ്ടാ? അതിന് കാരണം പറയുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ചവിട്ടിപ്പോവും. നബി സല്ലല്ലാഹുവിന്റെ തണല് അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ചവിട്ടിപ്പോവും. അതുപോലെ തന്നെ ചിലപ്പോൾ മോശമായ സ്ഥലത്തായിപ്പോവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു നിങ്ങൾക്ക് അല്ലാഹു കൊടുത്തൊരു മുഅ്ജിസത്താണ്. അവിടുന്ന് ശംസിന്റെയും ഖമറിന്റെയും കീഴിൽ നടന്നു പോകുമ്പോൾ ആ സമയത്ത് തണൽ ഉണ്ടാകാറില്ല എന്നല്ലാതെ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് ഒരു നിലക്കും ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു നിഴലും ഉണ്ടാകാറില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. വളരെ വ്യക്തം. അയാൾ കർശനായിട്ട് പറഞ്ഞത് നിഴലില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പറയാം. എന്താ പറഞ്ഞേ? ചവിട്ടിപ്പോകാൻ സാധ്യതയാകും. മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടായാൽ അങ്ങനെ പോകുമ്പോ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ചവിട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചെളിയിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിഴലില്ല. അപ്പൊ ചവിട്ടിപ്പോകാൻ സാധ്യതയുള്ളയിടത്തും ചെളിയിലും ആകുന്നിടത്ത് നിഴലില്ല എന്നാണ്, അല്ലാതെ ഒരു നിലക്കും ഇല്ല എന്നല്ല. ഇത്ര കൃത്യമായിട്ട് അയാൾ പറയുന്നു. ഇവിടെ അയാൾ കൊണ്ടുവന്നൊരു വാദം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല, കാരണം ചവിട്ടിപ്പോകാൻ അല്ലെങ്കിൽ മ്ലേച്ഛമായ സ്ഥലങ്ങളിലായി പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടില്ല എന്ന് ഇയാളാക്കി. കാരണം എന്താ? അതല്ലാത്തോർത്തുണ്ട് എന്ന് വരുത്താൻ. ഞാൻ ചോദിക്കട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന് പറയാനുള്ള ഇല്ലത്ത് എന്താ? എന്താണ് അതിന്റെ കാരണമായി ഉലമാ പറഞ്ഞത്? ലിഅന്നഹു നൂർ, ലിഅന്നഹു കാന നൂറാ. ഡസൻ കണക്കിന് കിതാബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറാണ് എന്നതാണ് കാരണം. അല്ലാതെ ചവിട്ടിപ്പോകുമ്പോ ചളിയിലായി പോവും, ചവിട്ടിപ്പോവും എന്നുള്ളതാ? അതാണോ കാരണം? അതതിന്റെ ഹിക്മത്തായി പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലത്തല്ല അത്.
മൂന്നാമത്തെ വാദം, ഇത് സമസ്തയുടെ വാദമാണോ? നൂറാണ് എന്നതല്ലേ ഉലമാ പറഞ്ഞ വാദം? ഈ വിഷയത്തിൽ ഇയാള് വഴിപിഴച്ച ഏറ്റവും വലിയ സ്ഥലം ഒന്ന് അവിടെയാണ്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഇയാളൊരു വിശദീകരണം നടത്തി. ഞാൻ പറഞ്ഞില്ലേ 2-3 കൊല്ലം ദിനായിട്ട് നടന്നിട്ടുണ്ട് ചങ്ങായി. ആ വിശദീകരണത്തിൽ ഇയാൾ പറഞ്ഞു, നേലില്ല എന്ന് നമ്മൾ പണ്ട് പഠിച്ചിരുന്നു. പിന്നെ ഞാൻ സൈനബ് ബീവി നേല് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, ഞാൻ അയാൾക്ക് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെയും അതിനെ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണം ഇതുപോലെ നമുക്കൊന്ന് കേൾക്കാം. വെക്കട്ടെ. ഒന്നുകൂടി മനസ്സിലാക്കിക്കോ. ഞാൻ ഈ ഹദീസ് നാദാപുരത്തെന്ന് പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അള്ളാന്റെ റസൂലിന് നിഴലുണ്ടാകൂല, അള്ളാന്റെ റസൂലിന്റെ രോമത്തിന് നിഴലുണ്ടാകൂല എന്ന് ഇവിടെ അതാ അപ്പുറത്തെ കക്ഷികൾ പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നിങ്ങളെ കയ്യിലുള്ള മുടി അതൊന്ന് നിഴലുണ്ടോ എന്ന് നോക്കിക്കൂടെ അവര് പറയുന്നുണ്ട്. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് പറഞ്ഞപ്പോ നിഴലുണ്ട് എന്നല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിക്ക് നേരുണ്ടെന്നോ വിശ്വസിക്കേണ്ടത്, നേരില്ലാന്നോ വിശ്വസിക്കേണ്ടത് എന്നോട് ചോദ്യം ചോദിച്ചു. എന്താ പറഞ്ഞേ? എന്നോട് ചോദിച്ചു. അപ്പുറത്തെ സമസ്തക്കാർ അവര് പറയുന്നുണ്ടല്ലോ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീരെ നയലില്ല. അതാണ് ഇ കെ ഉസ്താദിന്റെ ആളുകൾ പറയുന്നത്. നമ്മളൊക്കെ ഇ കെ ഉസ്താദിന്റെ ആളുകളാണ്. അതേ സമയത്ത് നിങ്ങൾ പറയുന്നു നയലുണ്ട്. അപ്പൊ നയലുണ്ട് എന്നാണോ വിശ്വസിക്കേണ്ടത്, നയലില്ല എന്നാണോ വിശ്വസിക്കേണ്ടത് എന്നോട് ചോദിച്ചു. ശരിക്കും മനസ്സിലാക്കണം, പല തട്ടിപ്പും ഇവിടെ നടത്തുന്നുണ്ട്. ഇയാളെ വേറൊരു ക്ലിപ്പ് തിരികെ കയറ്റിന് ചിലർ. അതിൽ ഇയാൾ ചോദിക്കാണ് ആളുകളോട്, നയലുണ്ട് എന്നോ ഇല്ല, ഏതാ വിശ്വസിക്കേണ്ടത്? നയലില്ല എന്ന് വിശ്വസിച്ചോളണം ഇയാളെ മറുപടി. അതേപോലെ നയലില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ഇതിങ്ങനെ പറയുന്ന പ്രസംഗമൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്, പക്ഷേ ഇവിടെ തട്ടിപ്പ് എവിടെയാണ്? നയലില്ല എന്ന് അയാൾ ഇതിലും പറയുന്നുണ്ടല്ലോ. അത് ഈ പ്രസംഗത്തിലൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷെ നയലില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ വിഷയം തീരെ നയലില്ല എന്നല്ല. അവിടെയല്ലേ പോയിന്റ് ഉള്ളത്? തീരെ നയലില്ല എന്നല്ല. അപ്പൊ നയലില്ല എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു. നയലില്ല എന്ന് വിശ്വസിക്കണം. മത്സറിന്ന് കാണാറിഞ്ഞുകൊണ്ടൊന്നും ഉഡായിപ്പ് നടക്കൂല ഇവിടെ. കാരണം നയലില്ല എന്നുള്ളതിന്റെ അർത്ഥം ഇയാൾ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. തീരെ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. ചിലപ്പോൾ ഉണ്ട്, ചിലപ്പോൾ ഇല്ല. ഇതല്ലേ ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഈ ക്ലിപ്പിൽ കൃത്യമായി നമുക്ക് കേൾക്കാം. നേലുണ്ട് എന്നാണോ വിശ്വസിക്കേണ്ടത്, ഇല്ല എന്നാണോ വിശ്വസിക്കേണ്ടത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു. ബാക്കി വെക്ക്. കാര്യം പറയട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി പൂർത്തിയായിട്ടില്ല, നേരത്തെ വെച്ച്. ഒന്നുകൂടി മനസ്സിലാക്കിക്കോ. ഞാൻ സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിന് നബിതങ്ങൾ നടന്നു പോകുമ്പോ ഒന്നുകൂടി ആദ്യം മുതൽ കേൾക്കട്ടെ. പൂർത്തിയാക്കി കേൾക്കുന്നുണ്ട്. ഒന്നുകൂടി മനസ്സിലാക്കിക്കോ. ഞാൻ ഈ ഹദീസ് നാദാപുരത്തെന്ന് പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അള്ളാന്റെ റസൂലിന് നിഴലുണ്ടാകൂല, അള്ളാന്റെ റസൂലിന്റെ രോമത്തിന് നിഴലുണ്ടാകൂല എന്ന് ഇവിടെ അതാ അപ്പുറത്തെ കക്ഷികൾ പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നിങ്ങളെ കയ്യിലുള്ള മുടി അതൊന്ന് നിഴലുണ്ടോ എന്ന് നോക്കിക്കൂടെ അവര് പറയുന്നുണ്ട്. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് പറഞ്ഞപ്പോ നിഴലുണ്ട് എന്നല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിക്ക് നേരുണ്ടെന്നോ വിശ്വസിക്കേണ്ടത്, നേരില്ലാന്നോ വിശ്വസിക്കേണ്ടത് എന്നോട് ചോദ്യം ചോദിച്ചു. ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിന് അതാ ഇമാം നസഫി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. സീറത്തുൽ ഹലബിയിലുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സൂര്യന്റെയും ചന്ദ്രന്റെയും തോടെ കൂടി നടന്നു പോകുമ്പോൾ നിഴലുണ്ടാകാറില്ല എന്ന് സീറത്തുൽ ഹലബിയിലുണ്ട്. അപ്പറഞ്ഞതിന്റെ മാന എന്താണ്? അള്ളാന്റെ റസൂലിന് ഒരിക്കലും നേരുണ്ടായിട്ടില്ല എന്നല്ല, റസൂലുള്ളാഹിന്റെ ശഅർ മുബാറക്കിന് ഒരിക്കലും നേരുണ്ടാകൂല എന്നുമല്ല. സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിന് നബിതങ്ങൾ നടന്നു പോകുമ്പോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചത്തിൽ നബിതങ്ങൾ
നടന്നു പോകുമ്പോ നിഴലുണ്ടാകാറില്ല. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ അള്ളാന്റെ റസൂലിന്റെ നിഴല് സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ ഉണ്ടാകുമ്പോ ആ നിഴലിന്റെ മേലെ ഈമാനില്ലാത്തവര് ചവിട്ടിപ്പോയാലോ, അല്ലാത്തവര് ചവിട്ടിപ്പോയാലോ, ആ നിഴല് കാട്ടത്തിലും മൂത്രത്തിലൊക്കെ ആയിപ്പോയാലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് നടന്നു പോകുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും അതാ തണലിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ചുവടെ നടന്നു പോകുമ്പോൾ നിഴലുണ്ടാകാറില്ല. ആ പറഞ്ഞത് ഈ പറഞ്ഞതിനെതിരല്ല. അത് റസൂലുള്ളാഹിന്റെ നിഴല് ചവിട്ടിപ്പോകാതിരിക്കാനാണ്. അതുപോലെ തന്നെ നബിതങ്ങളുടെ നിഴല് അത് നിന്ദിച്ചു പോകാതിരിക്കാനാണ്. അത് ഇമാം നസഫി തങ്ങളുടെ തഫ്സീറിലും മറ്റു പല കിതാബിലും വിവരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തുള്ള കക്ഷികൾക്ക് ഇൽമില്ലാത്തതുകൊണ്ട് അവര് മനസ്സിലാക്കിയത് ഏത് ഷഹ്റ് മുബാറക്കിനും ഒരിക്കലും മേലുണ്ടാകൂല എന്നവര് തെറ്റിദ്ധരിച്ചു പോയി. കിതാബ് ഓതി പഠിക്കാതെ ഗീബത്തും നമീമത്തും പറഞ്ഞു നടന്നാൽ ഇൽമ് കിട്ടൂല, തഖ്വ കിട്ടൂല, ഈമാൻ കിട്ടൂല. അതുകൊണ്ട് ഇൽമും തഖ്വയും കിട്ടിയ ആളാ അപ്പൊ സംസാരിച്ച്. അപ്പുറത്തെ സമസ്തക്ക് ഇൽമില്ല, അവർക്ക് തഖ്വയില്ല, അവർ കിതാബ് ഓതിയിട്ടില്ല. കിതാബുൻ നസഫിയുടെ തഫ്സീറിലുണ്ട് എന്ത് നൂറല്ല. എന്താണ് നിഴലില്ല എന്നതിന്റെ കാരണം? ചവിട്ടിപ്പോകും എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിഴലില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല എന്ന് മനസ്സിലാക്കണ്ട. ഇയാൾ പറയാൻ പിന്നെയോ ചവിട്ടിപ്പോകുന്ന സ്ഥലങ്ങളിൽ നിഴലുണ്ടാവൂല. ഷഹ്ർ മുബാറക്കിന് തിരികേശത്തിന് ഒരിക്കലും നിഴലില്ല, നിഴലുണ്ടാവുകയുമില്ല എന്ന് മനസ്സിലാക്കാൻ പാടില്ല. പച്ചയായിട്ടല്ലേ പറഞ്ഞത്? അവിടെന്ത് കണ്ണാടി, അവിടെന്ത് പ്രകാശനിയൽ, അവിടെന്ത് വസ്ത്രം, പച്ചയായിട്ട്. ഞാൻ എന്റെ നാലാമത്തെ വിഷയം, ഇമാം നസഫിയുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞു. നസഫി അങ്ങനെ ഉണ്ടോ? നൂറല്ല അതിന്റെ കാരണം. അതിന്റെ ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ അവിടെയും മറിമായം. അപ്പൊ കൃത്യമായി ഇവിടെ പറഞ്ഞു. നാലാമത്തെ വിഷയം ഞാൻ പറയുന്നു, ഷഹ്ർ മുബാറക്കിന് നിഴല് എപ്പോഴും ഉണ്ടാവുകയില്ല എന്ന് പറയാൻ പാടില്ല. ചിലപ്പോൾ ഉണ്ട്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഒരിക്കലും നേരില്ല എന്ന് പറഞ്ഞ സമസ്തക്ക് വിവരമില്ല എന്നും പറഞ്ഞു. ഇയാളെങ്ങനെ സമസ്തന്റെ മാർഗത്തിലാകുക? ഇയാളെങ്ങനെ സമസ്തന്റെ മാർഗത്തിലാവും? അപ്പൊ ഇയാളുടെ വാദം നോക്ക് നിങ്ങൾ. സൈനബ് ബീവി നേല് കണ്ടു. നേലില്ലാന്ന് എപ്പോഴും ഇല്ല എന്നല്ല. നേലില്ലാത്തത് എപ്പോഴാണ്? ചവിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്താണ്, മ്ലേച്ഛമായ സ്ഥലത്തേക്കാണ്. അല്ലാത്തടത്ത് ഉണ്ട് എന്ന് ഇമാമികൾ പഠിപ്പിച്ചു. കള്ളത്തരെങ്ങനെ പറയാം? പിന്നെയോ ഷഹ്ർ മുബാറക്കിന് ഒരിക്കലും നേലുണ്ടാവൂല എന്നില്ല, അതുണ്ട് എന്നാണ്. ആകെ നേലുണ്ട് എന്ന് ഇയാൾ കൃത്യമായി പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ല. ഇവിടെ തീരെ ഇല്ല എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഒരു നിലക്കുമില്ല, ഒരിക്കലുമില്ല എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇതൊക്കെ ഇയാൾ പ്രസംഗിച്ചു. മാത്രല്ല ഇയാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായി. ഇയാള് നാദാപുരത്ത് വെച്ച് പറഞ്ഞത് മാറ്റിയോ എന്നൊരു പ്രചരണം ഉണ്ടായപ്പോൾ ഉടനെ ഇയാൾ അന്ന് മറുപടി കൊടുത്തു, ഒരിക്കലും ഞാൻ മാറ്റിയിട്ടില്ല. അന്നെന്താണോ നാദാപുരത്ത് വെച്ച് പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതും കൂടി കേട്ടോ. കാര്യം പറയട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ നാദാപുരത്ത് പ്രസംഗിച്ച പ്രസംഗം അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ ഈ അടുത്ത സമയത്ത് ബുറുദ പ്രസംഗിക്കുമ്പോൾ എന്താണോ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത് അത് തന്നെ നാദാപുരത്ത് അന്ന് പ്രസംഗിക്കുമ്പോഴും പറഞ്ഞത്. ഇന്നും എന്റെ കയ്യിൽ CD സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പേരോട് മാറ്റി പറഞ്ഞുവെന്ന് ഇനി മേലിലൊരൊറ്റ മനുഷ്യനും ആണത്തമുണ്ടെങ്കിൽ പറയണ്ട എന്നുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നും പറഞ്ഞത് ഹഖാണ്. എന്താണോ നാദാപുരത്ത് വെച്ച് പറഞ്ഞത്
അത് തന്നെയാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്, മാറ്റമില്ല. നാദാപുരത്ത് വെച്ച് പറഞ്ഞതാണ് നേലില്ല എന്നാൽ എപ്പോഴും ഇല്ല എന്നല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേലുണ്ട്, അത് സൈനബി ബീവി കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തിരികേശത്തിനും നേലുണ്ട് എന്ന് പച്ചയായി അദ്ദേഹം പറയുകയാണ്. 5 വാദങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഞാൻ കൊണ്ടുവന്നു. 1, സൈനബി ബീവി കണ്ടു, പച്ചനോണ. 2, ഇല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നല്ല. 3, നേരില്ല എന്നതിന്റെ കാരണം ചവിട്ടിപ്പോകുമെന്നതാണ്, കള്ളത്തരം. 4, തിരികേശത്തിനും എപ്പോഴും നേലില്ല എന്നില്ല, വേറെ കളവ്. 5, നാദാപുരത്തെന്താണോ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് എപ്പോഴും എൻ്റെ വിശ്വാസം. മനസ്സിലാക്കണം. ഇനി നമുക്ക് ഇതാണിപ്പോ സമസ്തന്റെ വിശ്വാസം എന്ന് പറഞ്ഞു. സമസ്തന്റെ വിശ്വാസത്തിന്റെ ഒന്നാണ് എന്നാ സമസ്ത ഈ വിഷയത്തിൽ എന്താ പറഞ്ഞു നോക്കാം നമുക്ക്. ശംസുൽ ഉലമയുടേതാണല്ലോ സമസ്ത. ആ സമസ്ത ഉലമാ പഠിപ്പിച്ച വിശ്വാസത്തെ പഠിപ്പിക്കൂ. ഇയാൾ ഈ വാദം കൊണ്ടുവന്ന കാലത്ത് സമസ്തയുടെ സമ്മേളനം നടക്കുകയാണ്, 85ാം വാർഷികം. ആ വാർഷിക സമ്മേളനത്തിൽ പുറത്തിറങ്ങിയ സോവനീറിൽ തന്നെ ഇയാളുടെ വാദത്തെ ഖണ്ഡിച്ച് അത് ശരിയല്ലെന്ന് യഥാർത്ഥ സമസ്ത അന്ന് പറഞ്ഞിട്ടുണ്ട്. സമസ്തയുടെ ഉലമാ പറഞ്ഞതോ നിന്റെ വാദം, അതിന്റെ പേജ് ഒന്ന് കാണിച്ചു കൊടുക്ക്. കണ്ടില്ലേ നിങ്ങൾ എത്ര കൃത്യമാണ്. അതാ പേരോട് സഖാഫി പച്ചയായി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നർത്ഥമില്ല, ചിലപ്പോൾ നേലുണ്ടാകും. ആയതുകൊണ്ട് നേലുണ്ടോ എന്ന് നോക്കി പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കാനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീരെ നേലില്ലെന്ന ഇമാമിങ്ങളുടെ നിലപാടിനെതിരായ വാദം വായിക്കണതിന്റെ ഒന്നുകൂടി മോൾക്കെടുക്ക്. അതിന്റെ ലാസ്റ്റ് കാണാം അതെന്താ വായിക്കണത്, ഏതാണ് പത്രം ഒന്നുകൂടി. അതിൽ കാണാം നമുക്ക് സമസ്തയുടെ പോട്ടെ എന്റെ ലാസ്റ്റ് സമസ്തയുടെ സമ്മേളനത്തിൽ അതതിന്റെ സ്മരണ കണ്ടില്ലേ, സമസ്തയുടെ സോവനീർ, അതാ സമസ്ത 90ാം വാർഷിക സ്മാരക ഗ്രന്ഥം 283ാമത്തെ പേജ്. അപ്പൊ സമസ്ത ഇയാളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ പുസ്തകത്തിൽ അതിനെ വിമർശിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ സമസ്തയുടെ വാദക ഇയാളെ വാദം? മാത്രല്ല ഞങ്ങളും കാന്തപുരം വിഭാഗവും തമ്മിൽ ആദർശപരമായി തന്നെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് സയ്യിദ് ജിഫ്രി തങ്ങളുപ്പാപ്പ പറഞ്ഞ പ്രസംഗത്തിൽ നെയ്യല് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോളൂ. ഇവിടെ ഈ മഹത്തായ സംഘടനയിൽ നിന്ന് വിഘടിച്ചു പോയവരോട് അവര് വളരെ ആത്മാർത്ഥതയോട് കൂടിയുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഈ മഹത്താവുന്ന സംഘടനയിലേക്ക് തിരിച്ചു വരിക. ഇതാണ് ഈ അവസരത്തിൽ അവരോട് പറയാനുള്ളത്. കാരണം ആശയം, സുന്നി ആശയം പാടെ നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി കൊണ്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ മഹാന്മാരാവുന്ന ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ആ പാപ സുരക്ഷിതത്വം, അവർക്കുള്ളതായ ബഹുമതി, അവരെ മുഅ്ജിസത്തിനെ സംബന്ധിച്ചുള്ളതായ വിശ്വാസം, ആ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് ഒന്നും തന്നെ ഖിയാമത്ത് നാൾ വരെ മുറിഞ്ഞു പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള നേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സർവ്വ മുഅ്ജിസത്തുകളും ഖിയാമത്ത് നാൾ വരെ മുറിഞ്ഞു പോകില്ല. ഇന്ന് വികലമാകുന്നതായ ആ ആശയ പ്രചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുടിക്ക് വേണ്ടി വളരെ കൃത്യമായി സയ്യിദ് ജിഫ്രി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ തോന്നിവാസങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി നമ്മുടെ വിശ്വാസം ഒരിക്കലും നിയലില്ല എന്നതാണ്. അതിനെതിരെ പറഞ്ഞവരാണ് നിയൽവാദികൾ എന്ന് പറയുന്ന സമസ്തയുടെ പ്രസിഡന്റാണ് എഴുതിയത്. സമസ്തയുടെ 85ാം വാർഷിക ഗ്രന്ഥത്തിലാണ്. ഇത് ഏത് സമസ്തയാണോ ഈ നിയൽവാദി പറയുന്നത്? വിമത സമസ്ത. വിമത സമസ്ത പറഞ്ഞു എന്നാണോ പറയുന്നത്? ഇയാൾ അംഗമായ വിമത സമസ്ത പറഞ്ഞു എന്നാണോ? എന്നാ അതുമില്ല. അതിന്റെ ബരുസമസ്താറിന് കൊണ്ടെടുക്കുന്ന സാധനത്തിന്റെ നേതാവല്ലേ ഇദ്ദേഹം? ഷെയ്ഖും ഗുരുവുമാണെന്ന് പറഞ്ഞ AP ഉസ്താദ്.
ആ AP ഉസ്താദ് പറഞ്ഞിടത്തുണ്ടോ ഇയാള്? ഓരോ 5 വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു. 6-മത്തത് സമസ്തയുടെ സോവനീർ കേൾപ്പിച്ചു, ജിഫ്രി തങ്ങളെ പ്രസംഗം കേൾപ്പിച്ചു. അപ്പൊ യഥാർത്ഥ സമസ്തങ്ങളെ കൂടെ അല്ലാതെ വ്യക്തമായി. ഇനി 7-മത്തത് AP ഉസ്താദ് എന്താ പറയുന്നതെന്ന് കേട്ടോളൂ. ആ വിളക്ക് പോലെ അല്ലാഹുവിന്റെ റസൂൽ അതാ കത്തിപ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലം യകുൻ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളില്ലുൻ, അല്ലാഹുവിന്റെ റസൂലിന് നിഴല് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏത് സാധനത്തിനും നിഴലുണ്ട്. സൂര്യന് നിഴലുണ്ടോ? സൂര്യന് നിഴലുണ്ടോ? സൂര്യൻ അത് കത്തിച്ചൊലിക്കുമ്പോൾ അതിന് നിഴലുണ്ടോ? ഇല്ല. പിന്നെ എന്ത്? ആ സൂര്യനേക്കാൾ 10,000-കണക്കിന് ഇരട്ടി പ്രകാശമുള്ള റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനോ നീ സംശയിക്കുന്നത്? ഇതാര ചോദ്യമാണ്? എന്റെ ഗുരുവും എന്റെ മുറബിയായ ശൈഖുമാണ് എന്ന് വാദിച്ച AP ഉസ്താദിന്റെ പ്രസംഗം ഒരിക്കലും നയലില്ല. ഇത് പ്രസംഗിക്കുക മാത്രമല്ല, അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണിത്, അൽ-അവാഇദുൽ വജ്ദിയ്യ ഫീ ശറഹിൽ ഖസായിദിൽ വിത്രിയ്യ. ഇതിൽ കൃത്യമായി പറയുന്നത് കാണാം, വലികൗനി ഹഖീഖതിഹി നൂറാനിയ മാ കാന ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളില്ലുൻ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറായതുകൊണ്ട് തന്നെ ഒരിക്കലും നയലില്ല. ഇയാൾ പറഞ്ഞ 5 വാദത്തെ മുഴുവനും AP ഉസ്താദ് ഖണ്ഡിച്ചു. ചവിട്ടിപ്പോകുന്നല്ല കാരണം പറഞ്ഞ്, വലി കൗനി ഹഖീഖതിഹി നൂറാനിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് തന്നെ നൂറാണ്. അതുകൊണ്ട് നേരില്ലാറിനോടത്ത് ചിലപ്പോൾ ഇല്ല എന്നല്ല, തീരെ ഇല്ല. ഖത്തു തീരെ ഇല്ല. ഹദീസ് കൊണ്ടുവന്ന് സ്ഥിരപ്പെടുത്തി, വലം യഖും മഅ ശംസിൻ ഖത്തു, തീരെ ഇല്ല. അപ്പൊ യഥാർത്ഥ സമസ്ത പോയിട്ട് സാക്ഷാൽ AP ഉസ്താദിന്റെ ഭാഗത്ത് പോലും ഇയാളില്ല. പിന്നെന്താ ഇയാൾക്കുള്ള അവകാശവാദമുള്ളത്? ഇനിയോ ഇയാൾ പറഞ്ഞില്ലേ ഷായർ മുബാറക്കിന് നേലില്ല എന്ന് പറഞ്ഞത് വിവരമില്ലാത്തവനാണ്, കിതാബ് പഠിച്ചിട്ടില്ല. നേലുണ്ട് എന്നാണ് പ്രസിഡന്റ് വരട്ടെ സുലൈമാൻ ഉസ്താദ് പറയുന്ന കേട്ടോളി. നിങ്ങളെ 100 കൊണ്ട് സെറ്റിച്ച് 100ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ നടക്കുന്ന സമയത്ത് നദിൽ കാണൂല്ല. അതാണ് ഇപ്പോഴും അത് തന്നെ തർക്കം. നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങൾ ഷായർ മുബാറക്ക് നദിൽ കാണുന്നുണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കല്ലേ. യഥാർത്ഥ ഷായർ മുബാറക്കാണെങ്കിൽ അതിൻ്റെ നദിൽ കാണൂല്ല, അത് വളരുമൊക്കെ ചെയ്യും. അത് റസൂൽ തങ്ങൾ വഫാത്തായിട്ടില്ല, മറിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്ക്, ഇതിലും ഇദ്ദേഹത്തിന്റെ വാദത്തെ സുലൈമാൻ ഉസ്താദ് തകർത്ത് തരിപ്പണമാക്കി. യഥാർത്ഥ ഷായർ മുബാറക്കാണോ? അതിന് ഒരിക്കലും നയലില്ല. പേരോട് പറഞ്ഞതിന്റെ നേരെ വിപരീതം, നൂറാണ് എന്നതാണ് ഉസ്താദ് കാരണം പറഞ്ഞത്. ഇയാളെ ചവിട്ടൊക്കെ മൊത്തം ചവിട്ടി തെറിപ്പിച്ചു ഉസ്താദ് അവർ. അവങ്ങനെ എണ്ണി നോക്കി നിങ്ങള്. ജിഫ്രി തങ്ങള്, സമസ്തയുടെ ബുക്ക്, AP ഉസ്താദ്, സുലൈമാൻ ഉസ്താദ്, ഇനി ആ വഴിയിലാണ് ഇമാമിങ്ങൾ മുഴുവനും. അതും കൂടി കൊണ്ടുവരാ. 9-മത്തെ വിഷയം ഇമാമിങ്ങളൊക്കെ പറഞ്ഞു. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ കിതാബ്, അവിടെ എന്താ പറഞ്ഞേ? ഇടക്ക് നേലുണ്ട് എന്നാണോ, അല്ലെങ്കിൽ ചവിട്ടിപ്പോകുന്നാണോ? അല്ല. വമിമ്മാ യുഅയ്യിദു അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാറ നൂറാ, അവിടുന്ന് നെയ്യല, അവിടുന്ന് നൂറാണ് എന്നതുകൊണ്ടാണ് ലം ലാ യദ്ഹറു ലഹു ദില്ലുൻ നസ്ല, ഒരിക്കലും നെയ്യലില്ല. അസ്ല ഖത്തു, ഇതാ ഇമാമിങ്ങൾ പറഞ്ഞത്. അതിന്റെ തെളിവാണ് അവർ ഉദ്ധരിച്ചത്. അപ്പൊ ഇനി സ്വഹാബികൾ, അതാണല്ലോ നേരത്തെ ലവാഇദുൽ വജ്ദിൽ 10-മതായി സ്വഹാബത്തിൽ ചെന്ന് നിൽക്കുന്നു. അത് അവിടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത്, ലം യകുൽ ലഹു ദില്ലുൻ വലം യഖും മഅ ശംസിൻ ഖത്തു. കണ്ടോ? തീരെ ഇല്ല, ഒരിക്കലുമില്ല.
സൂര്യപ്രകാശത്തിലില്ല, മറ്റു വിളക്കിലില്ല, എവിടെയുമില്ല എന്ന് സ്വഹാബത്തും പറയുന്നു. അപ്പൊ സമസ്തക്കും ഉലമാഇനും സ്വഹാബത്തിനും എല്ലാം എതിരാണ് ഈ നിഴൽവാദിയുടെ വാദം. അവകാശവാദത്തിനൊരു കുറവുമില്ല. അവകാശവാദം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉറപ്പിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ധാരാളം രേഖപ്പെടുത്തിയ, അതനുസരിച്ച് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാദം ഈ പാവപ്പെട്ട എനിക്കില്ല. ഉണ്ടെന്ന് എന്നെ കുറിച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ബാക്കി പറയാം. അപ്പൊ നമ്മളെ കോടതി തന്നെ മറുപടി പറയേണ്ടി വരും. പടച്ചവന്റെ കോടതിയിലേക്കൊന്നത് പോണ്ടില്ല. അവിടെ പിന്നെ ഇയാൾ എത്തുമ്പോ തന്നെ ബിലാൽ സാഹിബ് നരകത്തേക്കല്ലേ, പിന്നെ അവിടെ കോടതിയിൽ പറയാൻ നിൽക്കുക. ഈ നിലക്കാണ് മൗത്തെങ്കിൽ ഷഹാദത്ത് വരെ ഇല്ലാതെ ഏണ്ട് വിചാരണക്ക് എടുക്കുക അയാളെ. എന്താ വിചാരം എന്നാ? പച്ച നുണ. ഞാൻ ചോദിക്കട്ടെ, ഇഫ്രീ തങ്ങളുപ്പ പറഞ്ഞ നേലില്ലാന്നല്ലേ, തീരെ ഇല്ലാന്നല്ലേ? അതല്ലേ സമസ്തയുടെ പുസ്തകത്തിൽ എഴുതിയത്? അതല്ലേ AP ഉസ്താദ് എഴുതിയത്? അതല്ലേ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്? അതല്ലേ സുലൈമാൻ ഉസ്താദ് പറഞ്ഞത്? അതല്ലേ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്? അതുകൊണ്ട് പേരോടക്കമുള്ള നിഴൽവാദികളെ ഞാൻ വിളിക്കുന്നു, ഒരു നിലക്കും ഒരു സ്ഥലത്തും ഒരിക്കലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്നും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞത് അബദ്ധമാണെന്നും തൗബ ചെയ്യുന്നു എന്നും പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ അത് പറയൂ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും.